നമസ്കാരം, ഞാൻ മനു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും ഒരു ഇന്നോവ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടം പോലെ കോൾസ്, അതായത് നമുക്കറിയാം ഡൽഹിയിൽ നിന്നൊക്കെ കൂടുതലായിട്ടും ഇന്നോവകളാണ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം കോൾസ് എനിക്ക് ഇന്നോവയ്ക്ക് വേണ്ടി വരാറുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കാലമായിട്ട് ഇന്നോവ കിട്ടാനുള്ള എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡൽഹി റോഡുകളിലൂടെ 10 കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വണ്ടികൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിലേക്ക്, അതായത് കേരളം, തമിഴ്നാട്, സൗത്തിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ അവർ സെല്ല് ചെയ്യാറുള്ളത്. അപ്പം ഈ ഒരു വാഹനം 2015 വാഹനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഇന്നോവ 2015 ലാസ്റ്റോടുകൂടി, അതായത് 16 സ്റ്റാർട്ടിങ്ങിലും കുറച്ച് വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വളരെ റെയറായിട്ട് വണ്ടികൾ ഇപ്പം മാർക്കറ്റിൽ കാണാനുള്ളൂ. അപ്പോൾ 15 നമുക്ക് ഈ ഇന്നോവ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 15 വണ്ടികളൊന്നും ഡൽഹിയിൽ നിന്ന് കിട്ടാൻ ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഏതായാലും ഈ ഒരു വാഹനം ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് വാഹനം ഗുഡ്ഗാവിലാണ് കിടക്കുന്നത്. ഇപ്പോൾ ഗുഡ്ഗാവ് ഏരിയയിലൊക്കെ 10 കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വണ്ടി ഉപയോഗിക്കുന്നതിന് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ഇപ്പോൾ ഇവിടെയുള്ള വാഹനങ്ങളൊക്കെ ഇവർ തന്നെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്ക് അധികം ഡൽഹിയിലേക്കൊക്കെ പോകേണ്ടി വരും. കാരണം തൊട്ടടുത്ത് തന്നെയാണ് ഗുഡ്ഗാവും, എന്താ പറയുക, ബോർഡറിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൽഹിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികൾ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇവരും ഈ ഒരു വാഹനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഏതായാലും നല്ലൊരു ഇന്നോവ കിട്ടിയപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിലാണ്. ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് പല സുഹൃത്തുക്കളും വീണ്ടും ചോദിക്കാറുണ്ട്, വാഹനം നാട്ടിലെത്തിയിട്ടുണ്ടോ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം നാട്ടിലെത്തിയ വാഹനങ്ങളുടെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, ഡൽഹിയിൽ കിടക്കുന്ന വാഹനങ്ങളുടെ വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത്. ഡൽഹിയിലെ പ്രൈസാണ് ഞാൻ പറയുന്നത് വീഡിയോയ്ക്കകത്ത്. അതുപോലെ തന്നെ നമുക്ക് ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ലോണ് കിട്ടില്ല. നാട്ടിൽ കൊണ്ടുപോയിട്ട് നമ്പർ ആക്കിയതിന് ശേഷം മാത്രമേ ലോണിന് ഉള്ള ഒരു പോസിബിലിറ്റിയും ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി വണ്ടിയിലേക്ക് പോകാം. നല്ലൊരു അടിപൊളി ഇന്നോവ കേട്ടത്, സിൽവർ കളറുള്ളൊരു വാഹനമാണ്. ഓൾറൗണ്ട് ഏതായാലും ഒന്ന് കാണിക്കുക. 2.5V ആണ് വരുന്നത്. നിങ്ങൾക്കറിയാം GX, വിയും ഇസെഡും 3 വേരിയൻറ്റിലാണ് ഇന്നോവ വന്നിട്ടുള്ളത്. ഇപ്പം വിക്കകത്ത് തന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇസെഡ് ആവുന്ന സമയത്ത് കുറച്ച് ക്രോം എലമെൻറ്റ് എക്സ്ട്രാ വരും. വി ആവുന്ന സമയത്ത് ഒരുവിധം GX-നെക്കാട്ടും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വ്യത്യാസം വരുന്നുണ്ട്. കാരണം ഡയമണ്ട് കട്ട് അലോയ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹാൻഡിൽ ക്രോം, അതുപോലെ തന്നെ ഇൻറ്റീരിയറിലെ കളർ തീം ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡാഷ്ബോർഡിലെ ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ എയർ ബാഗിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഈ ഒരു വിയും GX-ഉം തമ്മിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഓൾമോസ്റ്റ് ഔട്ടറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു എക്സ്റ്റീരിയറാണ് വാഹനത്തിനുള്ളത്. ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് കേട്ടോ. അത് കണ്ടോ, എക്സ്റ്റീരിയറൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇതിൻ്റെ എല്ലാ പാർട്സും ഒറിജിനൽ തന്നെയാണ്. ഫ്രണ്ട് ഗ്ലാസ് നോക്കുകയാണെങ്കിൽ 2015 ഗ്ലാസ്സാണ്. യാതൊരു വിധത്തിലുള്ള ക്രാക്കോ അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. 1/6/2015 വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ ഫെൻഡറൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ ഈ ടയർ കണ്ടീഷൻ നമുക്കൊരു 60 to 70% ടയർ പറയാം. നല്ല അടിപൊളി ഒരു സ്റ്റോക്കായിട്ടുള്ള അലോയാണ്. ഗ്ലാസ് 15 ആണ്. 15 സൈഡിലെ ഗ്ലാസ് എല്ലാം ഒറിജിനലാണ്. ഈ ഒരു ഡോറിൻ്റെ മുകളിലൊന്നും വേറെ വർക്കൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എടുത്തു കഴിഞ്ഞാലും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ കുഞ്ഞു സ്ക്രാച്ച് ഉണ്ട്. ഒറിജിനൽ ഡോറാണ്, റീപ്ലേസ്ഡ് അല്ല. ഇപ്പോൾ വി ആവുന്ന സമയത്ത് ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഒരു കളറ് മാറും കേട്ടോ. GX ആവുന്ന സമയത്ത് ഒരു ബീച്ച് കളറിലായിരിക്കും ഉണ്ടാവും. ഇത് കുറച്ചും കൂടി ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു കളറിലാണ് വരുന്നത്. ഡ്യുവൽ എയർ ബാഗ് വരും. സ്റ്റീരിയോ വരുന്നുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടില്ല. റൂഫൊക്കെ നല്ല വൃത്തിയുണ്ട്. ഈ ഡോറും ഒറിജിനൽ ഡോറാണ്, റീപ്ലേസ്ഡ് അല്ല. 7 സീറ്ററിലാണ് വന്നിട്ടുള്ളത്. 2 ക്യാപ്റ്റൻ സീറ്റാണ്. ഈ ടയർ അത്യാവശ്യം കട്ടുന്നുണ്ട്. ഒരു 80 to 90% ടയർ പറയാം. ഈ ഒരു സൈഡിലൊക്കെ നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. നമ്മൾ എടുത്തു കഴിഞ്ഞാലൊന്നും അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ട് നടക്കുന്ന ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ ചെറിയ മൈനറായിട്ടുള്ള ഈ സ്ക്രാച്ചൊക്കെ ഒന്ന് പോളിഷ് ചെയ്യുക അല്ലെങ്കിൽ പെയിൻറ്റ് ടച്ചപ്പോ ചെയ്യാം. ഇവിടെ ഒന്നും ആക്സിഡൻ്റ് ഒന്നുമില്ല കേട്ടോ. എല്ലാ പഞ്ചിങ് മാർക്കും അതുപോലെ തന്നെയുണ്ട്. ഏതായാലും പുറകിലൊന്നും അടിഭാഗത്തോ അല്ലെങ്കിൽ ഈ ഒരു പില്ലറിൻ്റെ ഭാഗത്തോ ഒന്നും തട്ടലൊന്നുമില്ല. ഡിക്കി ഡോറും ഒറിജിനൽ തന്നെയാണ്.
റൂഫൊക്കെ നല്ല വൃത്തിയുണ്ട്. സീറ്റ് കവർ നിർബന്ധമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു സീറ്റ് കവർ ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ. ക്യാമറ വരുന്നുണ്ട്. വി ആവുന്ന സമയത്ത് റിവേഴ്സ് ക്യാമറ വരും. 2.5V. ഈ ഒരു ടയറും ഒരു 70% ഉണ്ട്. ഇവിടെ ഈ ഒരു കോർണറിൽ ചെറിയൊരു തുരുമ്പുണ്ട് കേട്ടോ. ചേസ് നമ്പർ ഗ്ലാസും ഒറിജിനലാണ്. 15 ഡിക്കി ഗ്ലാസ് ഒറിജിനൽ തന്നെയാണ്. ഇതും 15 ആണ്. ഇതും 15 ആണ്. ഇതും 15 ആണ്. ഒറിജിനൽ ഡോറാണ്, മാറിയിട്ടില്ല. ഇതും ഒറിജിനൽ ഡോറാണ്, മാറിയിട്ടില്ല. ഇതിൻ്റെ കിലോമീറ്റർ വരുന്നത് 1,34,000 കിലോമീറ്ററാണ്. ഞാൻ എൻജിൻ റൂമും കൂടി ഒന്ന് കാണിച്ചു തരാം. എൻജിൻ റൂമൊക്കെ ഞാൻ നോക്കിയ സമയത്ത് വേറെ ആക്സിഡൻ്റ് ഒന്നുമില്ല. ബോണറ്റ് ഒറിജിനൽ ബോണറ്റാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒന്നും യാതൊരു ആക്സിഡൻറ്റും ഇല്ല കേട്ടോ. ഇത് ഡസ്റ്റാണ്. ഈ ഒരു ഭാഗത്താണെങ്കിലും പഞ്ചിങ് മാർക്കൊക്കെ അതുപോലെ തന്നെയുണ്ട്. പിന്നെ ആ ഒരു ഇവിടെ നിന്നും വേറെ വർക്കൊന്നും എടുത്തതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നുമില്ല. ചില ഇന്നോവയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടേക്ക് ഇടിച്ചിട്ട് ഇതൊക്കെ കൂടി ഇവിടെയൊക്കെ ചുക്കി ചുളിഞ്ഞ് വർക്ക് എടുത്തൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഏതായാലും ഈ വണ്ടിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. താഴെയൊന്നും വേറെ തട്ടി നിവർത്തിയതായിട്ടുള്ള ലക്ഷണങ്ങൾ, നല്ല തുരുമ്പോ അങ്ങനത്തെ ഇഷ്യൂ ഒന്നും കാണുന്നില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടായാലും വർക്കിംഗ് കൂടി ഒന്ന് കേൾക്കാം. നല്ല വർക്കിംഗ് ആണ്. ഓയിൽ മാറ്റാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വണ്ടി ഇൻ്റർകൂളർ അല്ല, സാധാ ടർബോ ആണ് വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു ടൈപ്പിലുള്ള ഇന്നോവയാണിത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് 7,75,000 രൂപയാണ്. 2015 മോഡൽ, സിംഗിൾ ഓണർ, 1,34,000 ഓടിയിട്ടുള്ളത്. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. 1,21,000 വരെ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഇപ്പോൾ നിലവിലൊരു സർവീസ് ചെയ്യാനായിട്ടുണ്ട്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാ ഗ്ലാസും എല്ലാ ഡോറും ഒറിജിനലാണ്. ഇൻ്റർകൂളർ അല്ല, നോർമൽ എഞ്ചിനോട് കൂടി വന്നിട്ടുള്ളൊരു ഇന്നോവയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഡൽഹിയിലെ പ്രൈസാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസാണ്. നമുക്ക് ലോൺ കിട്ടില്ല. നാട്ടിൽ കൊണ്ടുപോയി നമ്പർ ആക്കിയതിന് ശേഷം മാത്രമേ ലോൺ ചെയ്യാൻ പറ്റും. 2015 തന്നെയാണ് മാനുഫാക്ചറിങ്ങും രജിസ്ട്രേഷനും ഒക്കെ വന്നിട്ടുള്ളത്. ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഒറിജിനൽ വന്നിട്ടുള്ളൊരു വാഹനമാണ്. നല്ലൊരു ബോഡി ക്വാളിറ്റിയുള്ള വാഹനമാണ്. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 80% എല്ലാ ടയറും നമുക്ക് തന്നെ പറയാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ സ്പെയർ കീ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. യെസ്, ഏതായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതായാലും ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. വാഹനത്തിന് കൂടുതൽ ഡീറ്റെയിൽസുകൾ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. നമ്പർ അതിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.